അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുവിനെ അതാ ആ ഈത്തപ്പഴത്തോട്ടത്തിൽ ജോലിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നു. അറബി അവനോട് എന്തൊക്കെയോ പറഞ്ഞു. എന്നാൽ ഷാമിലിന് അത് കേട്ടപ്പോൾ സങ്കടമാണ് ആയത്. അർബാവിനോട് പറഞ്ഞു, അർബാവ്, മുത്തുവിനെ ഞാൻ അജോ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അല്ലാതെ എന്താണ് നീ പറയുന്നത്? ഇവിടെ എൻ്റെ ഇഷ്ടം നടക്കുക, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടമല്ല. നീ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരൻ മാത്രമാണ്. അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഷാമിലിന് സങ്കടമായിപ്പോയി. പക്ഷേ എന്ത് ചെയ്യാൻ, അവർ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ അതിനപ്പുറമില്ലല്ലോ. അറബികളല്ലേ, അവരുടെ കീഴിലാണല്ലോ നമ്മൾ നിൽക്കേണ്ടത്. അവർക്കെതിരായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഷാമിൽ പടച്ചറബിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ റസിയെ ചൂണ്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഇവിടുമായി വേഗം വീട്ടിലേക്ക് പോകൂ. എന്നാൽ ഷാമിൽ ഒരു നിമിഷം ഭയന്നു. കാരണം അവർ രണ്ടുപേരും മുത്തുമില്ലാതെ റസിയെ ഒറ്റക്ക് കൊണ്ടുപോകുമെന്ന് വെച്ചാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്നാൽ അറബിയോട് ഷാമിൽ പറഞ്ഞു, അർബാവ്, നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ്. കൂടെ വന്ന രണ്ടാളുകളെ പിരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? ശരിക്കും ഷാമിലിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അറബിക്ക് ദേഷ്യം വന്നു. അതെ, എൻ്റെ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്നുള്ളത്. അല്ലാതെ നീ ഒരിക്കലും ഇതിലിടപെടേണ്ട ആവശ്യമില്ല. ശരിക്കും ഷാമിൽ സങ്കടപ്പെട്ടു പോയി. ആ നിമിഷം തന്നെ ഉമ്മുൽ ഖൈറിനെ വിളിക്കുന്നു. ഹലോ മാഡം. മോനെ ഷാമിൽ, അവർ എന്തായി? അവരെത്തിയോ? അതെ, അവർ നേരെ ഈത്തപ്പഴത്തോട്ടത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അറബിയുടെ. ആണോ? പഠിച്ചോനെ, ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. ഞാൻ അജുവയിലേക്കാണ് മോനെടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും ഇതിനൊക്കെ ഗദ്ദാമയായിട്ട് അവളെയും. ഏതായാലും ജോലിക്ക് പുറത്തൊന്നും പോകണ്ടല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ അവർക്ക്. അതായിരുന്നു എൻ്റെ ഉദ്ദേശം. എന്ത് ചെയ്യാൻ? അതെ, അറബി കടുംപിടുത്തമാണ്. എന്നാൽ ആ നിമിഷം തന്നെ അതാ അറബിയുടെ ഫോണിലേക്ക് ഉമ്മുൽ ഖൈർ വിളിക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ ഹലോ, അതായത് ഞാൻ പറഞ്ഞിട്ടാണ് ആ രണ്ടുപേരും വിസയിൽ ഇവിടെ എത്തിയത്. അതിപ്പോൾ എൻ്റെ സമ്മതമില്ലാതെ നിങ്ങളുടെ തോട്ടത്തിലേക്ക്? ഓഹോ, അതൊട്ടും ശരിയല്ല. ഞാനാണ് എനിക്ക് ജോലിക്കാരെ ആവശ്യപ്പെട്ടതും അവരോട് വരാൻ പറഞ്ഞതും. പക്ഷെ നിങ്ങളുടെ അമിത ബുദ്ധി കാരണം എന്തിനാണ് ഇങ്ങനെ ഒക്കെ ഒരു മനുഷ്യരെ ഇടങ്ങാറാക്കുന്നത്? ഞാനായിട്ടാണ് അവരെ വരുത്തിയത്. അപ്പോൾ എനിക്കറിയാം അവർക്ക് എന്ത് ജോലി കൊടുക്കാന്നുള്ളത്. ഉമ്മുൽ ഖൈർ, നീ വല്ലാതെ അങ്ങ് കാര്യം പറയണ്ട. നീ എൻ്റെ അടിമയായ ഭാര്യയാണ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടുള്ളല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യാൻ നിന്നിട്ട് പലവട്ടം അബദ്ധത്തിൽ വീണ് പോയിട്ടുമുണ്ട്. മിണ്ടാതെ അവിടെ ഇരുന്നോ, ഞാൻ എന്താ ചെയ്യും. ശരിക്കും ഉമ്മുൽ ഖൈർ ദേഷ്യപ്പെട്ടു. അതേ മനുഷ്യ, അതെ അജുവ ഈത്തപ്പഴം, അത് എൻ്റേത് മാത്രമാണ്. അത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ എഴുതി കൊടുക്കും. അല്ല എങ്കിൽ കുറച്ചൊക്കെ ഞാൻ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾ ചെയ്ത് എത്ര വലിയ ചതിയായിപ്പോയി. ഞാൻ എൻ്റെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന ജോലിക്കാരെ നിങ്ങൾ മറിച്ച് കൊടുക്കാൻ പാടുണ്ടോ? നിങ്ങളുടെ തോട്ടത്തിൽ ഇഷ്ടം പോലെ ഇല്ലേ? ഇവിടെയുള്ള രണ്ടുപേരെ അങ്ങോട്ടാക്കും. എന്താ? വേണ്ട, അത് വേണ്ട. ഒരിക്കലും ഞാനത് പൊരുത്തപ്പെട്ടു തരില്ല. അല്ലെങ്കിൽ നിന്റെ പൊരുത്തത്തിലാണല്ലോ ഞാനിവിടെ ജീവിക്കുന്നത്. ഒന്ന് പോടി എന്ന് പറഞ്ഞുകൊണ്ട് അറബി ഫോൺ കട്ട് ചെയ്തു. അത് ഉമ്മുൽ ഖൈർ പൊട്ടിക്കരഞ്ഞു. ഒരു പക്ഷേ ഇത് അറബിയുമെങ്ങാനും ആയിരുന്നെങ്കിൽ അല്ലാ, ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആദ്യമേ ഷാമിൽ അതായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ പാവം ഉമ്മുൽ ഖൈർ പറഞ്ഞപ്പോൾ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നതും. എന്തൊക്കെ തന്നെയാലും അതാ മുത്തുവിന് ആ ഈത്തപ്പഴത്തോട്ടത്തിൽ ജോലി കൊടുക്കുന്നു. പാവം ഒറ്റയ്ക്ക്, പരിചയമുള്ള ആരുമില്ല. ഒരു നിമിഷം ഷാമിലിനെ നോക്കി ദയനീയമായി ചെയ്തൂട് എന്ന് പറഞ്ഞിട്ട് അതാ അറബി കൽപ്പിക്കുന്നു. എന്നാൽ ഒന്നും അറിയില്ല. അത് ആദ്യമായിട്ട് കൈക്കോട്ട് പണി എടുക്കും. അതിനിടയിലൂടെ പുല്ലുകളും അതൊക്കെ ചെത്തിക്കോരലും കാര്യങ്ങളും അത് നടക്കും. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മുകളിൽ കയറി വെട്ടലും അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം. അല്പം ഉള്ളൊക്കെ കൊള്ളേണ്ടി വരും. എന്നാലും വേണ്ടില്ല, ജോലി ചെയ്യല്ലേ. പക്ഷെ റസിയ, അവൾ അകന്നു പോവാണ്. എന്നാൽ അറബി നിർബന്ധിച്ച് അവളോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞപ്പോൾ ഷാമിൽ പറഞ്ഞു, അവൾ ഈ വണ്ടിയിൽ കയറിക്കോട്ടെ, അവരുടെ വണ്ടിയിൽ കയറണ്ട. എന്നാൽ എന്താ, അവർ രണ്ടുപേരും അറിയാത്ത ആളുകളാണ്. ആ കൂട്ടത്തിലാണോ നിങ്ങൾ? എന്താണ് ഇങ്ങനെ? അറബിയോട് അല്പം കർശനമായി തന്നെയാണ് അവനത് പറഞ്ഞത്. എന്നാൽ അതാ ഷാമിലിന് വല്ലാത്ത സങ്കടമായി.
തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുത്തുവിനെ ആ ഈത്തപ്പഴത്തോട്ടത്തിൽ ഉപേക്ഷിച്ച് പോരുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ റസിയ കണ്ണീരോടെ മനമില്ലാ മനസ്സോടെ അതാ ഷാമിൽ പറഞ്ഞ ആ വാഹനത്തിൽ കയറി. സത്യം പറഞ്ഞാൽ അവന് ഹൃദയം പൊട്ടുന്ന വേദനയായിരുന്നു. എന്നാൽ മുത്തുവിനെക്കുറിച്ച് ഞാൻ ഓരോന്ന് ചിന്തിച്ചതെല്ലാം പഠിച്ചവനെ നീ പുറത്തു തരണേ അല്ലാ, ഇനി എന്ന് കാണും എന്നൊന്നും അറിയില്ല. ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ഒരിടത്ത് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ റബ്ബേ. അങ്ങനെയതാ ആ വാഹനം നീങ്ങുന്നു. അറബിക്ക് ദേഷ്യമുണ്ട്, കാരണം ഷാമിൽ എതിർത്തി പറഞ്ഞിട്ട്. എന്നാൽ ദയനീയമായി റസിയെ തിരിഞ്ഞു നോക്കി. എന്നാൽ ദൂരെ ദൂരെ മരുഭൂമിയിൽ ആ ഒരു ഈത്തപ്പഴത്തോട്ടത്തിൽ മുത്തുവിൻ്റെ ആ മുഖം മാഞ്ഞു മാഞ്ഞു പോകുന്നത് അവൾ ശ്രദ്ധിച്ചു. അവളുടെ മനസ്സ് വല്ലാതങ്ങ് പതറിപ്പോയി. റബ്ബേ, തെറ്റായ രീതിയിൽ ഞാൻ ചിന്തിച്ചത്, എളാമെന്നോട് പറഞ്ഞത് റബ്ബേ നീ പുറത്തു കൊണ്ടല്ല. അത് മുത്തുവിനെ കുറിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ലായിരുന്നു. മുത്തു അങ്ങനെ ചെയ്യോ? ഇനി എളാമ്മയുടെ സ്വഭാവം അതെനിക്ക് അറിയുന്നതല്ലേ. പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു. കാരണം ഒന്നും കൊണ്ടുമല്ല, മുത്തുവിന് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് റബ്ബേ, അല്ലാതെ ഒന്നുമല്ല. അതെ, ഒരാൾക്ക് ഇഷ്ടമുള്ള ആളെ മറ്റൊരാൾ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ അത് ആർക്കായാലും സഹിക്കൂലല്ലോ. പഠിച്ചോനെ പാവം. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നില്ല. അതാ ആ ചൂടുള്ള മൺതരികൾ അവിടെ ആകെ മൂടിയിരിക്കുന്നു. ആ ഈത്തപ്പഴത്തോട്ടം വളരെ ദൂരെ അതാ ഒരു പുള്ളിയായി രൂപാന്തരപ്പെടുന്നു. അവൾക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, മുത്തുമില്ലാത്തൊരു ജീവിതം, ആരാരുമില്ലാത്തൊരു ജീവിതത്തിലേക്ക് ഞാൻ പോവുകയാണല്ലോ അല്ലാ. അതെ, മരുഭൂമിയിലൂടെയുള്ള യാത്ര ഒരുപാട്. അത് കഴിഞ്ഞിട്ട് അത് ഒരങ്ങാടികളിലൂടെ പോകുന്ന ഫീൽ അവൾക്ക് തോന്നി. വല്ലാതെ ദാഹവും വിശപ്പും ഉണ്ട്. പാവം മുത്തുവിൻ്റെ ആ പെട്ടി, അതൊക്കെ കുറച്ച് എൻ്റെ കൈകളിലും പെട്ടോ റബ്ബേ. കഴിക്കാൻ ഉമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം അതൊക്കെ മുത്തുവിനും കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ല. അതെ, ഒരുമിച്ചൊന്ന് വന്നതിന് ശേഷം ഒന്ന് കണ്ടതിന് ശേഷം പിരിഞ്ഞാൽ പോരെ അല്ല. എന്തിനായിരുന്നു ഇത്രമാത്രം? അവൾ കരയുകയായിരുന്നു. മുത്തുവിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. പാവം, ഉമ്മയില്ലാത്ത കുട്ടിയാണ്, ഉപ്പയില്ലാത്ത കുട്ടിയാണ്, ആരാരുമില്ലാത്ത കുട്ടിയാണ്. ഇപ്പോഴാ ഈത്തപ്പഴത്തോട്ടത്തിൽ അതെ അവനൊറ്റക്കായിരിക്കും, അറിയാത്ത കുറേ ആളുകളായിരിക്കും. സത്യം പറഞ്ഞാൽ മുത്തുവിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ സങ്കടവും വിഷമവും വന്നു. പഠിച്ചോനെ, താങ്ങായും തണലായും നീ ഉണ്ടാണ് അല്ലാ. റസിയ മനം നിറഞ്ഞ് പ്രാർത്ഥിച്ചു. മുത്തുവിൻ്റെ മുഖം അവൾക്ക് അകന്നകന്നു പോയപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് പൊട്ടിപ്പോയി. പടച്ച റബ്ബിനോടൊരു കൈകളും നീട്ടി പ്രാർത്ഥിച്ചു ആ വാഹനത്തിൽ നിന്ന്. എന്നാൽ ഷാമിലിന് റസിയോട് എന്ത് മിണ്ടണം പറയണമെന്ന് അറിയുന്നില്ല. ദയനീയമായി അവൻ റസിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അതെ, അറബിയാണ് ഡ്രൈവ് ചെയ്യുന്നത്, വളരെയധികം ദേഷ്യത്തോടു കൂടെ. അതെ, ഡ്രൈവിംഗ് സീറ്റൊന്നും എനിക്ക് വിട്ടു തന്നിട്ടില്ല. എന്തോ ഒരു പക ഉള്ളിൽ വീട്ടുന്ന പോലെ. അത് വളരെയധികം സ്പീഡിൽ ആ മരുഭൂമിയിലൂടെ അതാ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പാതി വഴിയിൽ താൻ ഉപേക്ഷിച്ച് പോയ മുത്തുവിനെ കുറിച്ച് ഓർത്തു. ശരിക്കും ഷാമിലും സങ്കടപ്പെട്ടു. റബ്ബേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ റബ്ബേ. അതെ, അപ്പോഴേക്കും ഇയാളിത് വല്ലാത്തൊരു കഷ്ണമായി പോയി. അങ്ങനെ അതാ അല്പം ദൂരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. എന്നാൽ അറബിയുടെ വാഹനത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഉമ്മുൽ ഖൈർ ഓടിച്ചെന്ന് നോക്കി. എന്താ, എങ്ങോട്ടാ? എന്നാൽ അതിൽ നിന്ന് ഇറങ്ങുന്ന റസിയെയും ഷാമിലിനെയും കണ്ടു. സ്നേഹത്തോടെ അത് റസിയെ നോക്കി നിന്നു. എന്നാൽ അറബിയുടെ ഭീകരമായ ആ നോട്ടം കണ്ടപ്പോൾ അവരൊന്നൊതുങ്ങി. നീ ഇന്ന് മുതൽ ഇവിടുത്തെ ഗദ്ദാമ, കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഉമ്മുൽ ഖൈർ, നീ കൂടുതൽ ഇവളെ കാര്യം നോക്കണ്ട. ഇവിടുത്തെ ഗദ്ദാമയാണ് എൻ്റെ വീട്ടിലെ. അത് എന്താണ് വേണമെന്ന് എനിക്കറിയാം. ശരിക്കും ഉമ്മുൽ ഖൈർ വല്ലാതെ അസ്വസ്ഥനായി. ഷാമിലിനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഷാമിലിനെ രൂക്ഷമായ അയാൾ നോക്കുമ്പോൾ ഒരു നിമിഷം അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി. പഠിച്ചോനെ, എന്തൊരവസ്ഥ! എന്തായാലും വേണ്ടിയില്ല. അതെ, നമ്മുടെ റസിയ വന്നിരിക്കുന്നത് അവരുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ തീർക്കാനാണ്. ഉമ്മയെ തനിച്ചാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ആരാരുമില്ല. പുറത്തെ വീടുകളിൽ പോയി പണിയെടുക്കുന്നതിന് പകരം ആ ഒരു അറബി വീട്ടിലെ പണിയെടുക്കാൻ അവൾ തയ്യാറായിരുന്നു. അതെ, ഞാനിങ്ങോട്ട് വന്നത് ഇവിടുത്തെ ജോലി ചെയ്യാനാണ്. അതെ, മുത്തു അവിടെ ജോലി ചെയ്യട്ടെ, ഞാൻ എവിടെയും ചെയ്യട്ടെ. അല്ലെങ്കിലും
ഞാനും അവനും ഒരിക്കലും ഭാര്യയും ഭർത്താവും എന്നല്ലല്ലേ. ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടുമില്ല. അത് ഇഷ്ടമുണ്ടായിരുന്നു ഒരുപാട് അന്ന്. പക്ഷേ അതൊന്നും സഫലമായിട്ടില്ലല്ലോ. സാരല്ല, എല്ലാം മറന്ന് ജീവിക്കണം. ഉമ്മാക്കൊന്ന് വിളിക്കണം. പക്ഷേ ഫോണിൽ റീചാർജ് ചെയ്യണ കാര്യം അതൊന്നും എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല റബ്ബേ. അവൾ സങ്കടത്തോടെ അറബി തന്നെ അവളോട് പറഞ്ഞു, അതാ അവിടെയാണ് നിൻ്റെ റൂം, ആ ഒരു വലിയ അടുക്കള, അതിൻ്റെ അപ്പുറത്തായിട്ടാണ് റൂം എന്ന് പറഞ്ഞു. അവൾ തൻ്റെ ബാഗും പെട്ടിയുമായി നിസ്സഹായയോടെ ആ റൂമിലേക്ക് കടന്നു ചെന്നു. എന്നാൽ അവിടെ അതാ ഒരു ഗദ്ദാമ, അത്യാവശ്യം തടിയും വലുപ്പമൊക്കെ ഉള്ള ഒരു ഗദ്ദാമ. അവരെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്ത് പറയണമെന്ന് ആയിപ്പോയി. എന്നാലും നേരിൽ കാണുമ്പോൾ സലാം പറയുകയല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ അവിടെ നോക്കി നിൽക്കുന്നത്? പെട്ടിയും ബാഗൊക്കെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് പോര് അടുക്കളയിലേക്ക്. അല്ലാതെ ഇവിടെ ഇങ്ങനെ വന്ന് കുന്തം പോലെ നോക്കി നിൽക്കാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അറബി നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അത് ഉമ്മുൽ ഖൈർ, അവർക്കൊരിക്കലും ആ താത്തയെ ഇഷ്ടമല്ല. കാരണം അറബിക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളും അതെല്ലാം വെച്ച് കൊടുക്കാനും അതിനൊക്കെ വലിയ ഷെയറാണ്. അറബിയുടെ പണിയാണ് അവരെ സെർവൻ്റാക്കി വെച്ചതും. എന്നാൽ പെട്ടെന്ന് അവിടേക്കാണ് അവളെ തള്ളിവിട്ടത്. ഒരിക്കൽ പോലും ഉമ്മുൽ ഖൈർ അത് കരുതിയില്ല. തൻ്റെ കാര്യങ്ങൾ നോക്കാനും അത് തനിക്കായിട്ട് തൻ്റെ കൂടെ നിർത്താനും ഒരു പെണ്ണിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതും. എന്നാൽ ഉമ്മു ഖൈർ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ റസിയെ അങ്ങോട്ട് അടുക്കളയിലേക്ക് പറഞ്ഞയച്ചത്? ഒരിക്കൽ പോലും അവിടെ ഒരു അടുക്കളക്കാരിയായിട്ട് കാണാനല്ല ഞാൻ അവളെ ഉദ്ദേശിച്ചത്. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഓഹോ, ഗദ്ദാമ എന്ന് പറഞ്ഞു വരുന്നത് അകത്ത് ഇവിടെ ഇരുത്തി തീറ്റിക്കാനല്ല, ഇവിടുത്തെ ജോലി ചെയ്യാനാണ്. ഞാൻ പറയുന്നതോടെ അനുസരിച്ചാൽ മതി, മനസ്സിലായല്ലോ? ഇങ്ങോട്ടൊരു വാക്ക് വേണ്ട. ആ ഉമ്മുൽ ഖൈർ, എൻ്റെ സ്വഭാവം നിനക്ക് ഇപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല. ഒരു വിവാഹത്തിന് പറഞ്ഞാൽ അതവൾ സമ്മതിക്കില്ല. അത് വേറെ ഏതെങ്കിലും വഴിക്ക് കൂടെ ആ കുട്ടികളെ കടത്തിവിടും. അങ്ങനെ ഇവിടേക്ക് എൻ്റെ ഇഷ്ടമാണ്. നീ എൻ്റെ അടിമയായ ഭാര്യ മാത്രമാണ്, അല്ലാതെ ഒരിക്കൽ പോലും മറ്റു രീതിയിൽ നീ ചിന്തിക്കണ്ട. അത് തൻ്റെ ഭർത്താവ് വീണ്ടും തന്നോട് അത്രക്കും കർക്കശമായ രീതിയിൽ സംസാരിക്കുന്നത് ഒരു നിമിഷം ഷാമിൽ കേട്ടു. ഷാമിൽ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഷാമിൽ, മോൻ പോയിക്കോ തോട്ടത്തിലേക്ക്, ഇവിടുത്തെ കാര്യം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നോക്കിക്കോളും, അവർ സങ്കടത്തോടെ പറഞ്ഞു. എന്നാൽ മാഡം, റസിയുടെ കാര്യം ഇൻഷാ അല്ലാ ഞാൻ ശ്രമിക്കാം. അവൾ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് തന്നെ കിട്ടണം, അല്ലാതെ മോൻ പോയിക്കോ. സത്യം പറഞ്ഞ ഷാമില് 2 പേരെ കൊണ്ടുവന്നിട്ടും വിചാരിച്ച രീതിയിൽ നല്ലൊരു ജോലി കൊടുക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ. അതെ, മുത്തൂന് അജുവയിലേക്ക് കൊണ്ടുപോകണം, അവിടുത്തെ കണക്കും കാര്യങ്ങളും നോക്കുന്ന ആളാ, എന്നെ ഹെൽപ്പ് ചെയ്യണം, അതൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. എന്ത് ചെയ്യും 2 പേരും. എന്നാൽ ഈ സമയം ആ വലിയ ഗദ്ദാമ അവളെ, എന്താ പേര് പറഞ്ഞത്? റസിയ. ആ, എന്നാലിതാ ഈ പാത്രങ്ങളൊക്കെ കണ്ട് കഴുകിക്കൂട്. അതെ, സിങ്കിൽ കൂട്ടിയിട്ട വലിയ വലിയ പാത്രങ്ങൾ, അതിൽ മട്ടൻ്റെയും ഫിഷിൻ്റെയും ഒക്കെ പറ്റിപ്പിടിച്ച ഓരോ വലിയ വലിയ പാത്രങ്ങൾ. അത് ഒരു നിമിഷം കണ്ടപ്പോൾ അവൾക്ക് പഠിച്ചത് എന്ത് ചെയ്യണമെന്നായിപ്പോയി. വലിയ വിശാലമായ അടുക്കള, ആ അടുക്കളയാകെ ഈ തല മുതൽ ആ തല വരെ പാത്രങ്ങളാണ്. വലിയ ഫ്രിഡ്ജ് അപ്പുറത്താണ്ട് ഉണ്ട്. വെജിറ്റബിൾ വെക്കുവാനുള്ള ഒരു വലിയൊരു ഫ്രീസർ, അത് വേറെ ഫിഷ് ബീഫൊക്കെ വെക്കാനുള്ള മറ്റൊരു ഫ്രീസർ അപ്പുറത്ത്. എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ അടുക്കള. എന്നാൽ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ലിൽ എന്തോ അവർ ചുട്ടുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ ഓരോ പാത്രങ്ങളും കാര്യങ്ങളും. ഒരു നിമിഷം അവൾക്ക് ആ അടുക്കള കണ്ടപ്പോൾ തന്നെ, റബ്ബേ, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ എത്രമാത്രം പണിയായിരിക്കും. സാരല്ല, ഞാനിപ്പോൾ വീടുകളിൽ പോയി പണിയെടുക്കുന്നുണ്ടല്ലോ, അതിനേക്കാളൊന്നും അവിടെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, ഇവിടെ കഴിഞ്ഞാൽ കഴിയുമായിരിക്കും. എന്നാൽ അവൾ അതാ ചെന്ന ഉടനെ തന്നെ വസ്ത്രം പോലും മാറ്റിയിടാൻ, ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട്, വേഗം മാറ്റിയിട്ട് പോര്, പുതിയണ്ണന്നല്ലല്ലോ, വേഗം മാറ്റിയിട്ട് പണിക്കിറങ്ങിക്കോ, നിന്നെ ജോലിക്ക് കൊണ്ടുവന്നാണ് ഇവിടെ. എന്നാൽ ആ ഗദ്ദാമയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ നെഞ്ച് പൊട്ടിപ്പോയി. ഞാൻ എൻ്റെ ഉമ്മാക്കൊന്ന് വിളിയും തെളിയൊക്കെ, പിന്നെ ജോലി സമയത്ത് വിളിയും തെളിയൊന്നുമില്ല, മനസ്സിലായല്ലോ? എന്നാൽ ഉമ്മുൽ ഖൈറിന് വല്ലാത്ത സങ്കടമായിരുന്നു.
അവർക്ക് നല്ല ദേഷ്യമായിരുന്നു അവിടെയുള്ള ആ താത്തയെ. ആ താത്ത വല്ലാത്തൊരു സാധനം തന്നെയാണ്. ഹോ, കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കൂല. എല്ലാ അറബി പറയുന്നതിന് മാത്രം സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റും കുറവുണ്ടെങ്കിൽ അറബിയോട് അത് ബോധിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അറബി വന്ന് എന്നെ ചീത്തറയും. അതെ, സ്വന്തം ഭർത്താവിൻ്റെ ചീത്ത കേൾക്കുക ഒരു വേലക്കാരിയുടെ കാരണം കൊണ്ട്. എന്നാൽ അത് റസിയയും അടുക്കളയിലേക്കാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. റബ്ബേ, ആ പാവം പെണ്ണിനെ ഇടങ്ങാറാക്കാൻ ഞാൻ മതിയായിരുന്നേ അല്ലാ. എന്നാൽ ഉമ്മുൽ ഖൈറിന് സമാധാനമുണ്ടായിരുന്നില്ല. അത് റസിയയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് റബ്ബേ വിളിച്ചു വരുത്തി അഭിമാനിക്കുന്ന പോലെയായല്ലോ റബ്ബേ. എന്നാൽ ഈ സമയം അവൾ ഡ്രസ്സ് മാറുവാൻ വേണ്ടി പോയി. ഒരു റൂം കണ്ടു. അതിൽ നിറയെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അറബികളുടെ പഴയത് കൊടുത്തതാണ്. കുറേ പർദ്ദകളും അബായകളൊക്കെ അവിടെ ഇഷ്ടം പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഒരു റൂമിൽ ഒരുപാട് ചെരുപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല അതിമനോഹരമായ പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട്. ഒരു നിമിഷം അവർ വിചാരിച്ചു, ഈ ഗദ്ദാമക്ക് എന്തിനാ ഇത്രയധികം സാധനങ്ങൾ? ഒരുപക്ഷെ ഇവിടെ സാധാരണ രീതിയിൽ റമദാൻ മാസമൊക്കെ ആകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കും അത്രേ. അവർ പഴയ സാധനങ്ങളൊന്നും റമദാനിൽ എടുക്കില്ല അത്രേ. അപ്പോൾ ആ ഒരു വീട്ടിൽ ഒരു വർഷം ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും ഒഴിവാക്കി പുതിയത് വാങ്ങിക്കൊണ്ടുവരും. അതാണ് ഇത്ര ഇവിടുത്തെ പതിവ്. എന്നാൽ അതായിരിക്കും ഈ റൂമിൽ ഇവിടെ ഒരുപാട് പാത്രങ്ങളായിട്ടും ചെരുപ്പുകളായിട്ടും ഒരുപാട് പർദ്ദകളായിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അവൾ ചുറ്റുമാകത്തുമായിട്ട് നോക്കി. എന്നാൽ പുറത്തേക്ക് റസിയയെ കാണാതായപ്പോൾ വാതിൽ ശക്തമായി തട്ടി വിളിച്ചു. റസിയ, ഡി റസിയ, എന്താ ഇപ്പോഴും കഴിഞ്ഞില്ലേ? അത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു, അതൊക്കെ ഒന്ന് പെട്ടിന്ന് എടുത്ത് വെച്ച്. എന്തായാലും വേണ്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് റൂമിൽ കയറി ഇരിക്കാനല്ല കേട്ടോ വന്നത്. ഇത് ഗൾഫാണ്, ഗൾഫ്. നാട്ടിലത്തെ പോലെയല്ല. ഇവിടെ ഞാൻ കറക്റ്റ് ടൈമിന് ജോലി തീർക്കണം, അല്ലെങ്കിൽ അർബാവുണ്ടല്ലോ പിടിച്ച് പുറത്താക്കലായിരിക്കും. അർബാവിന് നിനക്ക് അറിയില്ല. റസിയക്ക് ആദ്യം തന്നെ വല്ലാത്തൊരു പീഡനമാണ് ഏൽക്കേണ്ടി വന്നത്. അവരുടെ ആ വാക്കുകൾ ഒരു നിമിഷം ആ അറബിച്ചിയെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷെ അതിനൊന്നും സമ്മതിച്ചില്ല. അറബി വല്ലാത്തൊരു ദുഷ്ടൻ, ഇവരാണെങ്കിൽ അതിലേറെ. അങ്ങനെ അതാ അവൾ ഡ്രസ്സ് മാറി വന്നു. കൊണ്ടുവന്നിരുന്ന ആ ഒരു ഉമ്മ കൊടുത്തയച്ച സാധനങ്ങളെല്ലാം ഇത് അറബിച്ചിക്ക് കൊടുക്കാൻ. അറബിച്ചിക്ക് എന്തിനാ കൊടുക്കണേ? അറബിക്കല്ല കൊടുക്കുക. അറബിച്ചിക്കൊന്നും കൊടുക്കണ്ട, അറബിക്ക് കൊടുക്കാം, ഇങ്ങോട്ട് കൊടുത്താ എന്ന് പറഞ്ഞ് അത് വാങ്ങിയെടുത്തു. കുറച്ച് ഷാമിലിനും കൊടുക്കണം എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നു. എന്തൊക്കെയോ ഉണ്ട് പലഹാരങ്ങളൊക്കെ, പലതും ബീഫും ഉണ്ണിയപ്പവും അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ അതൊക്കെ ഷാമിലിന് കൊടുക്കണം. അതുപോലെ ഉമ്മുൽ ഖൈർ അവർക്ക് കൊടുക്കണം. എന്തൊക്കെ ആഗ്രഹമായിരുന്നു മുത്തുവിന്. പക്ഷെ എന്നാൽ അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം അതെല്ലാം മനസ്സിലൊതുക്കി അവൾ അത് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ആ ഗദ്ദാം അത് വാങ്ങി. അപ്പോൾ തന്നെ ഉണ്ണിയപ്പവും ബീഫും അവരങ്ങ് കുഴച്ചങ്ങ് തിന്നൽ തുടങ്ങി. നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നാലും വലിയ ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് അറബിക്കും കൊടുക്കാം. അവർ തന്നെ അതിൽ പകുതിയോളം കഴിച്ചു. ഒരു നിമിഷം റസിയ അത് നോക്കി നിന്നു. റബ്ബേ, എല്ലാവർക്കും കൂടി കൊണ്ടുവന്നതായിരുന്നു. കുറച്ചായാലും അത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ആ ഉമ്മുൽ ഖൈറിന് അവർ കുറച്ച് കൊടുത്തിരുന്നെങ്കിൽ അത് ഇവിടുത്തെ മേഡത്തിന് കുറച്ച് കൊടുക്കുമോ? അവർക്കൊന്നും പറ്റൂല. നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് പറ്റല്ലേ. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഫുഡൊന്നും ഓള് കഴിക്കൂലല്ലോ. ഓള് എന്നിട്ട് ഒറ്റക്ക് എന്താ വെച്ചുണ്ടാക്കി തിന്നു. ഞാൻ ഇവിടെ വെച്ച് വിളമ്പി കൊടുക്കണ്. എന്നോട് പറയും ചെയ്യും ഓൾക്ക് കൊടുക്കൊന്നും വേണ്ട, വേണേ വന്ന് തിന്നോട്ടെ അറിയും. ഓള് വല്ലതുമില്ല. അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ അറബിക്ക് എന്ന് വെച്ചാൽ ഓളെ വലിയ ഇഷ്ടമൊന്നുമില്ല. രണ്ടാമതൊരു വിവാഹത്തിനൊക്കെ ഒരുങ്ങിയിട്ടെന്താ മൂപ്പത്തേര് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെ ഒരു പണിയെടുത്തുകാണ്ട് ആ കുട്ടീനെ അങ്ങനെ കയറ്റി വിട്ടേക്കണം. ഓല് ആ ഷാമിലായിട്ട് വലിയ കമ്പനിയാണ്. ഷാമിലാണ് എന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അറബിക്ക് ദേഷ്യമാണ്. എന്തൊക്കെയാണ് നടക്കണത് ആർക്കറിയാം. അവർ ഉമ്മ മോനെയൊക്കെ പറയും, ആർക്കറിയാം. അങ്ങനെയൊന്നും ഇവിടെ ഒന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ മൂപ്പത്തേര് കുറച്ച് സ്വത്തും മുതലൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. പറഞ്ഞിട്ടെന്താ, ഇവരായിട്ട് കുറച്ച് നല്ല സുഖത്തിലൊന്നുമില്ല. ഞാനൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ വേണ്ട രീതിയിൽ വെച്ചുണ്ടാക്കും. എന്നോട് പറയും എൻ്റെ ഭാര്യ വന്ന് തിന്നോട്ടെ, അങ്ങോട്ട് കൊടുക്കുകയോ ചെയ്യരുത്. ഞാൻ അറബിക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെക്കും. പക്ഷേ മൂപ്പത്തിയാറായിട്ട് വലിയ ടച്ചില്ല. അതാണ് ഇവിടുത്തെ മഴയടുത്ത് സംശയരോഗമാണ്. എന്നോട് അറബി മിണ്ടണമെന്നും പറയണതും അടുക്കളയ്ക്ക് വരുന്നൊന്നും മൂപ്പത്തിയാർക്ക് പറ്റൂല. എങ്ങനെ പിന്നെ ജീവിക്കുക?
സത്യം പറഞ്ഞാൽ ഗദ്ദാമയുടെ വാക്കുകളെല്ലാം കേട്ടപ്പോൾ റസിയക്ക് ഭയമാണ് തോന്നിയത്. അതെ, നോക്കി നിൽക്കാനല്ല, കുന്തം പോലെ നിൽക്കാതെ പണി തുടങ്ങിക്കൂടെ. ആ തല മുതൽ ഈ തല വരെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഓരോ പാത്രങ്ങൾ എടുത്തുകൊണ്ട് ക്ലീൻ ചെയ്തൂട്. അങ്ങനെ അങ്ങനെ നല്ലോണം ഉരച്ച് കഴുകി അങ്ങനെ വെച്ചോട്. എനിക്കൊരാളില്ലായിട്ട് അറബിനോട് എപ്പോഴും ഞാൻ പറയുന്നു, ഒരാളെ വേണം ആളെ വേണം എന്നുള്ളത്. ഒറ്റയ്ക്ക് ഇവിടെ കഴിയണില്ല. ഏതായാലും കൃത്യസമയത്ത് ഈ എത്തിയത്, അതേത് നന്നായി. പിന്നെ ഇവിടെ ഒരു പതിവുണ്ട്, റമളാൻ ആകുമ്പോഴേക്ക് ഒരു പത്തിരി ഉണ്ടാക്കി വെക്കാനുണ്ട്. അതൊരു മാവ് കുഴച്ചിട്ട് അതിങ്ങനെ തൂത്ത് എടുക്കണം. അതിങ്ങനെ ഒരു വലിയ ടിന്നുകളിലൊക്കെ ആക്കി ഇങ്ങനെ വെക്കുക. അത് ഇറച്ചി കൂട്ടി കഴിക്കാനുള്ളതാണ്. ആ പണിയൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. എനിക്ക് ഒരാളെ കൂടി കിട്ടാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അധികം ദിവസമല്ലല്ലോ. ഇനി ആ പണിയൊക്കെ നീ അങ്ങ് തുടങ്ങിയേക്ക്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം, ബാക്കി നീ ചെയ്യണേ. അവരുടെ സംസാരം കേട്ട് ശരിക്കും റസിയ പറഞ്ഞു, അതെനിക്കറിയില്ല. അതെങ്ങനെ അറിയാതിരിക്കുക? അതിനെ ഇവിടുന്ന് കുറച്ച് ചില്ലാനും വേണമെങ്കിലേ അതൊക്കെ ചെയ്യണം. ക്ലീനിങ് എന്തായി? ഇതാ കഴിഞ്ഞു തുടങ്ങുന്നു. അത് നല്ലോണം അങ്ങോട്ട് ഉരച്ചൂട്, എന്നെങ്കിലേ പോവുള്ളൂ, അല്ലാതെ പോവില്ല. അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് കഴിയാത്ത അവിടെ ഇട്ടതാ. എന്നാൽ ഈ പാത്രക്ക് അടി പിടിച്ചൊന്നും എനിക്ക് കഴിയണില്ല. അതൊക്കെ അങ്ങനെ ഇങ്ങനെ അൽഫാമും അതും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചുട്ടൊക്കെ വരുമ്പോഴേ അതങ്ങനെ അടി പിടിക്കുന്നതാണ്. എന്നാൽ അവർ വിചാരിച്ചു, എത്ര പാത്രങ്ങളുണ്ട്, ഇവിടെ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതൊന്ന്. പക്ഷെ എന്നെക്കൊണ്ട് എന്തോ ഒരു നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. എങ്കിലും അവൾ തൻ്റെ ഉമ്മയെ ഓർത്ത് അതെല്ലാം ഓരോന്നോരോന്നേ ചെയ്തു. എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണം. നിനക്ക് എന്താ റീചാർജ് ചെയ്തില്ല നീ? ഇല്ല, അതെനിക്കിങ്ങനെ അറിയില്ല. എന്നാ തൽക്കാലം നീ വിളിക്ക് ഇതിൽ നിന്ന്. അവർ ഫോൺ കൊടുത്തു. ഉമ്മാക്ക് വിളിക്കുകയാണ്. ഹലോ ഉമ്മ. മോളെ, എൻ്റെ പൊന്നുമോളെ, എവിടെ എൻ്റെ കുട്ടി എവിടെ എത്തിയത്? ഉമ്മ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം മോളെ. ഉമ്മാൻ്റെ കുട്ടീനെ വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായി, എത്തിയോ എൻ്റെ പൊന്നുമോള്? ഉമ്മ എത്തി. ഞാനിപ്പോൾ ഇവിടെ അറബിയുടെ വീട്ടിലാണ്. ഇവിടെ ഗദ്ദാമയുടെ കൂടെ ഫുഡ് ഉണ്ടാക്കണ ക്ലീനിങ്ങിനൊക്കെ പണിയാണ് എനിക്കുള്ളത്. മോളെ, എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലുമ്മ, ബുദ്ധിമുട്ടൊന്നുമില്ല. ആയിക്കോട്ടെ മോളെ, നമ്മളിവിടുത്തെ കഷ്ടപ്പാടും ദരിദ്രത കൊണ്ടുള്ള എൻ്റെ കുട്ടീനെ ഞാൻ പറഞ്ഞത്. അവിടെ ആകുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമല്ലോ, അതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഷാമിൽ അത് പറഞ്ഞത് നന്നായി അല്ലേ മോളെ? ഷാമിലൊക്കെ അവിടെ അടുത്ത് തന്നെയാണോ? മുത്ത് എവിടെ? നിങ്ങളൊക്കെ അടുത്ത് തന്നെ ആയിരിക്കില്ലേ? എന്നാൽ അവർ പറഞ്ഞില്ല മുത്ത് കുറേ ദൂരെയാണെന്നും ഷാമിൽ ഉദ്ദേശിച്ച ജോലിയല്ല എനിക്ക് കിട്ടിയത് എന്നൊന്നും പറഞ്ഞില്ല. ഉമ്മ അൽഹംദുലില്ലാ സുഖം തന്നെ എന്ന് മാത്രമാണ് റസിയ അവരോട് പറഞ്ഞത്. എന്നാൽ പെട്ടെന്ന് അല്ല, ഇത് എന്ത് വിളിയാണ് ഫോണ്? ഇത് മണിക്കൂർ കണക്കിന് വിളിക്കേ? ഫോണാവുമ്പോൾ ഒരു 5-10 മിനിറ്റ്, അതിലേറെ പറ്റൂല. ഇവിടെ ഫോൺ വിളിക്കാൻ വന്നതല്ല, ഇവിടെ പണിയെടുക്കാൻ വന്നതാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ ശബ്ദം ഉമ്മ കേൾക്കുമോ എന്ന് ഭയന്ന് അവൾ കുറച്ചപ്പുറത്തേക്ക്, ഉമ്മ എന്ന് ഞാൻ പിന്നെ വിളിക്കാട്ടോ. അതെന്താ മോളൊരു ശബ്ദം ഒച്ചപ്പാട്? അവിടുത്തെ അറബിച്ചാണോ അത്? അല്ലുമ്മ, അത് ഇവിടുത്തെ ഒരു ഗദ്ദാമയാണ്. ആയിക്കോട്ടെ, എന്നാൽ മോള് ചെല്ല്. മോൾക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? മോൾക്ക് കിടക്കാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടോ? അവിടെ സുരക്ഷിതമാണോ മോളെ? ഉമ്മ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, ഇൻഷാ അല്ലാ ഞാൻ വിളിക്കാട്ടോ. എന്നാൽ അപ്പോഴൊക്കെ അവർ ചീത്ത പറയാൻ തുടങ്ങി. ഉമ്മ എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. പഠിച്ചോനെ എൻ്റെ കുട്ടി. മോളെ, എന്തുണ്ടെങ്കിലും ഉമ്മാനോട് പറഞ്ഞിട്ടോ. ഉമ്മ ഒന്ന് വെച്ചോളൂ. ഉമ്മക്ക് പേടിയാവോ? ഇല്ല മോളെ, എന്ത് പേടി? പഠിച്ചോ കുട്ടിയുണ്ടാകുമ്പോൾ എന്ത് പേടി? ഒരു പേടിയില്ല കേട്ടോ. എൻ്റെ കുട്ടി റാഹത്തായ മതി. അല്ലാ, എൻ്റെ മോളെ കാര്യത്തിൽ എനിക്ക് സമാധാനമായി. റസിയ ഫോൺ കട്ട് ചെയ്തു. അതെ, ഇനി ഉമ്മാക്കല്ല ബാപ്പാക്കായാലും തന്നെ ഒരു 5 മിനിറ്റിലേറെ കൂടുതൽ സംസാരിക്കാൻ പറ്റൂല കേട്ടോ. ഇതെന്ന് വെച്ചാൽ അറബി വീടാണ്. നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലോണം എല്ലാം മുറിയോ പണിയെടുത്താലേ കിട്ടുള്ളൂ. ഞാനൊക്കെ ഇവിടെ നടു ഒടിയാറുണ്ട്, ഓരോ ഒഴിവും ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് അർബാവിൻ്റെ ഡ്രസ്സ് കഴുകിടാൻ പോവണം. അത് വെയിലത്തിട്ട് ഉണക്കിയതിൻ്റെ ശേഷം അത് അയൺ ചെയ്യണം. അത് കഴിഞ്ഞ് ഇതെല്ലാം അടക്കി പെറുക്കി വെക്കണം. അവർക്കുള്ള ഫുഡും കാര്യങ്ങളും അവിടെ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ ഒരുപാടുണ്ട്. പിടിപ്പത് ജോലിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നീ ഏതായാലും വന്നത് എനിക്കൊരു ആശ്വാസമായി. അറബിയോട് എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു. പിന്നെ അറബിയുടെ ഭാര്യ ഉമ്മുൽ ഖൈർ, അവരോട് കൂടുതൽ കൂട്ടുകൂടാൻ പോകരുത് കേട്ടോ. അറബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കാനും കൂട്ടുകൂടാനും പോകരുതെന്ന്. അതിനനുസരിച്ച് ഇവിടെ നിന്നാൽ നിനക്ക് സാലറി ശമ്പളം കിട്ടും. അതല്ല എങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ
നിനക്കൊന്നും കിട്ടില്ല, വെറുതെ പണിയെടുത്തത് വെള്ളത്തിലാവും. ഗദ്ദാമയുടെ വാക്കുകൾ കേട്ട റസിയക്ക് എന്തൊരു പന്തികേട്. പഠിച്ചോനെ, എന്താ റബ്ബേ, പാവം ഉമ്മുൽ ഖൈർ. അവർ നല്ലൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അവരൊന്ന് ശരിക്ക് കാണാനും മിണ്ടാനും പോലും എനിക്ക് പറ്റിയില്ലല്ലോ റബ്ബേ. അടുക്കളയുടെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ഏരിയ തന്നെയാണ്, എന്നാൽ ഈ ഒരു ഏരിയയിലേക്ക് അവർക്ക് പ്രവേശനമില്ലേ എന്തോ അറിയില്ല. ആ സ്ത്രീ അതെ, അവരെക്കുറിച്ച് കുറ്റം മാത്രമാണ് പറയുന്നത്. എന്നാൽ ഒരു നിമിഷം അവൾക്ക് തോന്നി, റബ്ബേ, എന്തിനാ റബ്ബേ ഇവർ ഇത്രമാത്രം പറയുന്നത് അവരെക്കുറിച്ച്? സത്യം പറഞ്ഞാൽ അവൾക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയ പോലെയായി. അതെ, ഒരിക്കൽ പോലും ഷാമിൽ എന്നെ ഈ ചതിയിൽ പെടുത്തില്ല. ഞാനിവിടെ എല്ലായിരിക്കും വേണ്ടത്. അതോ ഇനി എനിക്കറിയില്ല റബ്ബേ, അതോ ഷാമിൽ ചതിച്ചോ, എനിക്കറിയുന്നില്ലല്ലോ റബ്ബേ. ഒരു നിമിഷം റസിയ ഓരോന്ന് ചിന്തിച്ചു. എങ്കിലും അവൾ വെറുതെ ഒന്ന് ആലോചിച്ചിരിക്കുമ്പോഴേ അവൾക്ക് ഒരു സ്വസ്ഥത കൊടുക്കാതായി. അതേ, ഇവിടെ വെറുതെ ഇരിക്കാനല്ല, ജോലിയെല്ലാം കഴിഞ്ഞ് അല്പസമയം റെസ്റ്റിന് പോയി നിസ്കരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, വീണ്ടും തിരിച്ചു വരിക. അറബി വീട്ടിൽ നമ്മളെ വീട് പോലെയല്ല, നാടല്ല, മനസ്സിലായല്ലോ? അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ പതുക്കെ ഒന്ന് മൂളി. ആ, ആയിക്കോട്ടെ. അത് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ റസിയെല്ലാം അനുസരിക്കുകയായിരുന്നു. ഉമ്മുൽ ഖൈറിന് അത് വല്ലാത്ത സങ്കടമായി. അത് റസിയെ ഒരു വാക്ക് സംസാരിക്കാനോ ഒന്നും പറയുവാനും മിണ്ടുവാനും ഒന്നും കഴിഞ്ഞില്ല. അപ്പോഴേക്കും അറബിയും തള്ളയും കൂടെ അങ്ങ് കൊണ്ടുപോയി. പാവം റസിയ, അവൾക്കൊരിക്കലും അങ്ങനെയുള്ള ജോലികൾക്കല്ല ഞങ്ങൾ വിളിച്ചത്. എൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതെ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവരുടെ ആ പ്രവൃത്തിയും രീതിയൊന്നും. അല്ലാ, റസിയെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം ആളായിട്ട് നിർത്തണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഉമ്മുൽ ഖൈർ മനമുരുകി പ്രാർത്ഥിച്ചു, റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് ഒരു മോചനം ഉണ്ടാവണം. അതെ, ഒരിക്കൽ പോലും ഒരാളെയും കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കൂല. അവരെന്നെ വിശ്വസിച്ച് വന്നിട്ട് ഇപ്പോൾ രണ്ട് ഓരോ ജോലിക്കാരാക്കി മാറ്റി. മുത്തുവിനെ അവരുടെ തോട്ടത്തിലേക്കും ഇവിടുത്തെ കിച്ചണിലേക്കും അങ്ങ് തള്ളി മാറ്റുകയായിരുന്നു. ഒരിക്കലും റബ്ബേ, ഞാൻ ഒരിക്കലും കരുതി കൂട്ടി ചെയ്തതല്ലല്ലോ. എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ ഒരു മോശം സ്വഭാവമാണ്. ഇനിയിപ്പോൾ ആ പെണ്ണിനോട് മോശമായ രീതിയിലൊന്നും പ്രവർത്തിക്കാൻ ഞാൻ മതിയായിരുന്നു. അല്ലാ പഠിച്ചോനെ, എന്തിനു നന്ന്. അവൾ ദീർഘനിശ്വാസം വിട്ടു. അപ്പോഴും അവർ മനമൊരുക്കി പ്രാർത്ഥിച്ചു, പഠിച്ചോനെ റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക്, റസിയനെയും മുത്തുവിനെയും നീ കാത്തുരക്ഷിക്കല്ല. വിശ്വസിച്ച് വന്നതാണ്. അവർക്ക് ഭാരമേറിയ ഒരു പണിയും കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലല്ല. ഷാമിലിനെ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാഹുവേ റഹ്മാനെ, നീ രക്ഷപ്പെടുത്ത്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, ആ അറബിയുടെ കയ്യിൽ നിന്ന് റസിയയും മുത്തുവും രക്ഷപ്പെടുമോ? ഉമ്മുൽ ഖൈറിൻ്റെ കൂടെ തന്നെ അവർക്ക് ജീവിക്കാനാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.